ദർശന പുണ്യം തേടി ഒരു മണ്ഡലകാലം കൂടി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ഇനി 41 നാൾ വ്രതശുദ്ധിയുടെ നാളുകളാണ്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണത്തിനായി SIT സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. കട്ടിളപ്പാളി പരിശോധന നടത്തും. SIT SP ശശിധരനും സംഘവുമാണ് പരിശോധന നടത്തുക. മിഥുൻ മുരളി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ, ദർശന പുണ്യം തേടി ഒരു മണ്ഡലം കാലം കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ അവിടെ SIT സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ മണ്ഡലകാലം. SIT സംഘം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്വർണ്ണ കവർച്ച കേസിന്റെ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയാണ് SIT തലവൻ ശശിധരൻ IPS സംഘവും സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ തുടരും. ഇന്ന് പ്രത്യേക ചർച്ച SIT സംഘത്തിന്റെ നടക്കുന്നുണ്ട്. പ്രത്യേക യോഗം അവർ ചേരുന്നുണ്ട്. പ്രത്യേക വിദഗ്ധരടക്കമുള്ള സംഘമാണ്, 20 അംഗ സംഘമാണ് ഇവിടേക്ക് അല്പസമയം മുൻപ് എത്തിയിരിക്കുന്നത്. ഇന്ന് പ്രത്യേക യോഗം ചേർന്ന് നാളെ ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് സന്നിധാനത്ത് പ്രത്യേക പരിശോധന നടക്കുന്നത്. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പമടക്കമുള്ള ഭാഗങ്ങളിൽ സ്വർണം പരിശോധിച്ച് സാമ്പിൾ എടുത്തുകൊണ്ട് പിന്നീട് വിദഗ്ധമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. തന്ത്രിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് ഈ പരിശോധന നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം നട അടച്ചതിന് ശേഷമുള്ള സമയമാണ് ഈ കട്ടിളപ്പാളിയിൽ നിന്നും ഒപ്പം തന്നെ സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹ ഭാഗങ്ങളിൽ നിന്നുമുള്ള സ്വർണം ശേഖരിക്കുന്നതിന്, സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് SIT സംഘത്തിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയക്രമം ലഭിച്ചിരിക്കുന്നത്. ഈ സമയത്ത് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പിന്നീട് വിദഗ്ധമായിട്ടുള്ള പരിശോധന നടക്കും. ഇതിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇപ്പോൾ കട്ടിളപ്പാളിയും ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് കൃത്രിമത്വം ഉണ്ടോ, എന്തൊക്കെ കൃത്യമായ സ്വർണ്ണമാണോ അതിൽ പൂശിയിരിക്കുന്നത്, മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് പരിശോധന നടക്കുന്നത്. SITയുടെ നിയന്ത്രണത്തിലുള്ള ഈ പരിശോധന അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ തെളിവുകൾ പരമാവധി വേഗത്തിൽ ശേഖരിക്കുക. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ മൊഴികളുമായി ചേർത്ത് വെക്കുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് SIT പ്രാഥമികമായി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം, സ്വർണ്ണപ്പാളിയിൽ പരിശോധന നടത്തുന്നതിനുള്ള വിദഗ്ധ സംഘമടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപ് മുഴുവൻ സംഘവും 20ഓളം ആളുകൾ, SIT തലവൻ ശശിധരന്റെ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്ത് നടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്വർണം ശേഖരിച്ചുകൊണ്ട്, സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും നാളെ നടക്കുക. ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയം തന്ത്രിയുടെ അനുജ്ഞപ്രകാരം SIT സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഇന്ന് ഇവിടെ തുടരുന്ന SIT സംഘം പ്രത്യേക ചർച്ചകൾ, യോഗങ്ങൾ, ഇതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട മണ്ഡലകാലത്തിന് വേണ്ടി തുറക്കുന്നത്. നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നട തുറന്ന് ദീപം തെളിയിച്ച് പിന്നീട് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ജ്വലിപ്പിക്കും. പിന്നീട് 18-ാം പടിക്ക് താഴെ നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ഉണ്ടാകും. ഇരുമുടിക്കെട്ടുമായി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ നിലവിലെ മേൽശാന്തി 18-ാം പടി കയറ്റി സോപാനത്തിന് സമീപത്തേക്ക് ആനയിക്കും. വൈകിട്ട് 6:30 നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങ് നടക്കും. വൈകിട്ട് 6:30 നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി അദ്ദേഹത്തിന്റെ ചടങ്ങ് നടക്കും. മാളികപ്പുറത്ത് സമാനമായി തന്നെ നിയുക്ത മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങ് വൈകിട്ട് 6:30 നടക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. നാളെ പുലർച്ചെ 3 മണിക്ക് വൃശ്ചിക പുലരിയിൽ മണ്ഡലകാല പുലർക്കാലത്ത് ആ പുണ്യമാസങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പുതിയ മേൽശാന്തിമാർ നട തുറന്ന് ദർശനം ഭക്തജനങ്ങൾക്ക് നൽകുന്നതോടുകൂടി തീർത്ഥാടന കാലത്തിന് തുടക്കമാകും. ഡിസംബർ 26-നാണ് മണ്ഡല പൂജയും തങ്ക അങ്കി ചാർത്തിയുള്ള ശബരീശ വിഗ്രഹ ദീപാരാധനയും 27-ാം തീയതി മണ്ഡല പൂജയും നടക്കുന്നു. 30-ാം തീയതി മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി വീണ്ടും നട തുറക്കും. ജനുവരി 20 വരെയുള്ള 2 മാസക്കാലത്തെ തീർത്ഥാടന കാലത്തിനാണ് നാളെ തുടക്കമാകുന്നത്.